നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എന്താണ് ലിമിറ്റ്, ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ ലിമിറ്റ് എന്താണ്, കൺവേർജൻ്റ് ആവോ, ഏതിലോട്ടാണ് കൺവേർജ് ചെയ്യുക, അതുപോലെ തന്നെ ലിമിറ്റിൻ്റെ കുറേ ഓൾജിബ്രാക് ഫോംസ് നമ്മൾ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സീക്വൻസ് -1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ഡൈവേർജൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ ഡൈവേർജൻ്റ് ആണോ എന്നുള്ളത് എങ്ങനെ നോക്കാം. ഓക്കെ, സോ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. Show that the sequence -1n is divergent. -1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ഡൈവേർജൻ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നെഗേഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാണ്. -1 എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, നമുക്ക് സീക്വൻസ് -1n x കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഈ സീക്വൻസ് എ എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ് കൺവേർജ് ചെയ്യേണ്ടതെന്ന് വയ്ക്കും. അതായത് ലിമിറ്റ് x = a. അപ്പോൾ ബൈ ഡെഫിനിഷൻ ഓഫ് ദ ലിമിറ്റ് നമുക്ക് എന്താ പറയാൻ പറ്റുക? കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that modulus of -1n minus a less than epsilon for all n greater than or equal to k എന്ന് പറയാനായിട്ട് പറ്റൂല്ലേ? യെസ്. ഇനി നമ്മൾ ഇവിടുത്തെ എപ്സിലോൺ എന്ന് പറയുന്നത് 1 ആയിട്ട് ചൂസ് ചെയ്യാന്ന് വയ്ക്കൂ. അപ്പോൾ ലെറ്റ് എപ്സിലോൺ = 1. എപ്സിലോൺ 1 ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ദിസ് വിൽ ബി ഈക്വൽ ടു modulus of -1n minus a less than 1 for all n greater than or equal to k. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് കെനെക്കാട്ടും വലിയ ഒരു നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഓഡ് ആവാം, ഈവൻ ആവാം, അല്ലേ? ഈ n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തതെന്ന് വയ്ക്കാം. വേർ n greater than or equal to k. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക നോക്കാം. അപ്പോൾ നമുക്കുള്ളത് modulus of -1n minus a less than 1 എന്നാണ്. ഇതൊരു ഓഡ് നമ്പർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും -1n എന്ന് പറയുന്നത് -1 ആയിരിക്കും. അതായത് modulus of -1 minus a less than 1. ഇനീക്വാളിറ്റി നമുക്ക് ഈ മോഡുലസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ -1 less than -1 minus a less than 1 എന്ന് എഴുതാം. വിച്ച് ഇംപ്ലൈസ് 0 less than -a less than 2 എന്ന് കൊടുക്കാം. നമുക്ക് ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ -2 less than a less than 0 എന്ന് വരും. n ഓടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ a എന്ന് പറയുന്നത് -2നും 0നും ഇടയിലായിരിക്കും. ഓക്കെ, ഇനി n പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം. വേർ n greater than or equal to k. അപ്പോൾ -1n ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും -1n എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിട്ടാണ് കിട്ടുക. അതായത് 1 ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? -1n minus a less than 1 ആണ്. എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയ കാരണം നമുക്കത് എപ്പോഴും 1 ആയിരിക്കും, അല്ലേ? 1 minus a less than 1. മോഡുലസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ -1 less than 1 minus a less than 1 എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് നമ്മൾ -1നോട് ത്രൂ ഔട്ട് സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ -2 less than -a less than 0 വരും. നെഗറ്റീവ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ 0 less than a less than 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? a എന്ന് പറയുന്നത് -2നും 0നും ഇടയിലുള്ള ഒരാളാണ്. a എന്ന് പറയുന്നത് 0ക്കും 2നും ഉള്ള ഒരാളാണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലേ? പക്ഷെ നമുക്ക് a എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. ഓക്കെ, അപ്പോൾ ഹിയർ കംസ് എ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ വരാൻ കാരണം നമ്മൾ അസംഷൻ തെറ്റാണ്. അസ്യൂം ചെയ്തത് എന്താ?
-1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എയിലോട്ട് കൺവേർജ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ നമ്മളുടെ അസംഷൻ തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, -1n എന്ന് പറയുന്ന സീക്വൻസ് ഡൈവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ -1n എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ഡൈവേർജൻ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒരു തിയറാണ്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം കേട്ടോ. ഇഫ് x ഈക്വൽ ടു സീക്വൻസ് xn ഇസ് കൺവേർജന്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ഇഫ് xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ n ബിലോങ്സ് ടു n, then x ഈക്വൽ ടു ലിമിറ്റ് സീക്വൻസ് xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എന്താ തിയറം പറയുന്നത്? x എന്ന് പറയുന്നത് സീക്വൻസ് xn ആണ്. x എന്ന് പറയുന്നത് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇൻക്ലൂഡിങ് 0. ആ സീക്വൻസ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ് കൺവേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന ആ കൺവേർജിങ് പോയിന്റ് എന്ന് പറഞ്ഞതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഒരു പോസിറ്റീവ് എലമെന്റ്സിന്റെ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൺവേർജിങ് പോയിന്റ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും എന്നുള്ള കാര്യമാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് അതിന്റെ കോൺട്രഡിക്ഷൻ എടുക്കാം. കിട്ടുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അസ്യൂം ചെയ്യാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എക്സ് ലെസ് ദാൻ 0 എന്ന് കൺസിഡർ ചെയ്യുന്നു. അസ്യൂം എക്സ് ലെസ് ദാൻ 0. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ -x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. നമ്മളിനി എപ്സിലോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാണ് കേട്ടോ. എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഇപ്പോൾ നമുക്ക് -x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആയിട്ട് ചൂസ് ചെയ്യുകയാണ്. നമുക്കിനി ഇവിടെ തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു സീക്വൻസ് xn എന്ന് പറയുന്നത് എക്സിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് യൂസിങ് ഡെഫിനിഷൻ കറസ്പോണ്ടിങ് ടു എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഇപ്പോൾ ഇവിടെ നമ്മൾ എപ്സിലോൺ എടുത്തത് നെഗറ്റീവ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫോർ എവറി എപ്സിലോൺ വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that modulus of xn minus x less than epsilon for all n greater than or equal to k എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഈ മോഡുലസ് ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? -∞ ലെസ് ദാൻ xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഇനി എക്സ് എല്ലാ സൈഡിലും ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? നെഗറ്റീവ് എപ്സിലോൺ പ്ലസ് എക്സ് ലെസ് ദാൻ xn ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എക്സ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് എപ്സിലോണിന് നെഗറ്റീവ് എക്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വരിക? നെഗറ്റീവ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2x ലെസ് ദാൻ xn ലെസ് ദാൻ 0 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താ? ഇവിടെ ഏതാ കേട്ടോ? 2x ലെസ് ദാൻ xn ലെസ് ദാൻ 0 എന്ന് അല്ലേ. ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഈ ഒരു ഇക്വാളിറ്റിയുടെ ഈ ഭാഗം നോക്കുക. ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? x എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. പക്ഷെ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് എന്താ? xn ഗ്രേറ്റർ ദാൻ 0 ആണെന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നില്ലേ? കാരണം അവിടെ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താ? നമ്മൾ അസ്യൂം ചെയ്തത് എക്സ് ലെസ് ദാൻ 0 ആയിട്ടാണ്. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ അത് പ്രൊസീഡ് ചെയ്ത് വരുമ്പോൾ ഈ സീക്വൻസ് എക്സനിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിട്ട് വരും. അപ്പോൾ അതങ്ങനെ വരാൻ പാടില്ല. കാരണം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് സീക്വൻസിലെ എലമെൻറ്റ്സ് ഒക്കെ പോസിറ്റീവ് ആണ് ഇൻക്ലൂഡിങ് 0. അപ്പോൾ നമുക്കിവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? therefore എക്സ്
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഒരു പോസിറ്റീവ് എലമെൻറ്റ്സ് ഉള്ള സീക്വൻസ് ഒരു നമ്പറിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഇൻക്ലൂഡിങ് 0. അതാണ് നമ്മൾ ഈ തിയറത്തിൽ പറയണത്. ഇനി നമുക്ക് വേറൊരു തിയറം നോക്കാം. If x equal to sequence xn and y equal to sequence yn are convergent sequences of real numbers, and if xn less than yn for all n belongs to n, then limit sequence xn less than or equal to limit sequence yn. തിയറം എന്താ പറയുന്നത്? എക്സും വൈയും രണ്ട് കൺവേർജൻറ്റ് സീക്വൻസസ് ആണ്, സച്ച് ദാറ്റ് xn ലെസ് ദാൻ yn. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൽ എലമെൻറ്റ്സ് എല്ലാം വൈ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിലെ എലമെൻറ്റ്സിനെക്കാട്ടും ചെറുതാണ് എങ്കിൽ അവരുടെ ലിമിറ്റും, അതായത് എക്സിൻ്റെ ലിമിറ്റ് വൈൻ്റെ ലിമിറ്റിനെക്കാട്ടും ചെറുതായിരിക്കും. അതാണ് നമ്മളുടെ തിയറം പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാ പ്രൂവ് ചെയ്യുകയാണെന്നുള്ളത് നോക്കാം. നമുക്കിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് എന്ന് പറഞ്ഞ സീക്വൻസും വൈ എന്ന് പറഞ്ഞ സീക്വൻസും കൺവേർജൻ സീക്വൻസ് ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കൺവേർജ് ചെയ്യുന്നത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് എക്സിലോട്ടും വൈ എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് വൈയിലോട്ടും. അതായത് എക്സിൻ്റെ ലിമിറ്റ് എക്സും വൈ എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് വൈ എന്നും നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഗിവൻ ദാറ്റ് എക്സ് എൻ ലെസ് ദാൻ വൈ എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ലിമിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഓക്കെ, അതായത് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്നുള്ള കാര്യമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണേ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ബാക്കി ചെയ്യാം. അതായത് എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്, വൈ എന്ന് പറഞ്ഞ സീക്വൻസ് വൈയിലോട്ട് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് എഴുതാം. അപ്പോൾ അവിടെ നമുക്ക് ഫോർ എവറി എപ്സിലോൺ നമ്മൾ എഴുതുന്നത്. അപ്പോൾ അവിടുത്തെ എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മൾ എക്സ് മൈനസ് വൈ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. ലെറ്റ് എപ്സിലോൺ ഈക്വൽ ടു എക്സ് മൈനസ് വൈ. അപ്പോൾ കറസ്പോണ്ടിങ് ടു എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, എപ്സിലോൺ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ട്ടാ. ദർ എക്സിസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് k1 and k2 such that എന്നതാ മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ, ഇവിടെ നമ്മൾ ചൂസ് ചെയ്യണത് എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് yn മൈനസ് വൈ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2. ഓക്കെ, ഇനി നമ്മളിത് രണ്ടും കൂടെ ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് കെ കൺസിഡർ ചെയ്യാണ്. കെ ബി മാക്സിമം ഓഫ് k1 ആൻഡ് k2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k നമുക്ക് ഇവിടെ എന്തെഴുതാം? ഈ മോഡുലസ് മാറ്റിയിട്ട് നമുക്കിവിടെ എഴുതാം കേട്ടോ. നെഗറ്റീവ് എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഓക്കെ, അപ്പോൾ ഇതിന് വിച്ച് ഇംപ്ലൈസ് മൈനസ് എപ്സിലോൺ ബൈ 2 പ്ലസ് എക്സ് ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എക്സ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ എഴുതാം. For all n greater than or equal to k minus epsilon by 2 plus y less than yn less than epsilon by 2 plus y എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം.
ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഈ ഇനിക്വാളിറ്റിയിൽ ഈ ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്യണേ. ഇനി ഈ ഒരു ഇനിക്വാളിറ്റിയിൽ നമ്മൾ നെഗറ്റീവ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നെഗറ്റീവ് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ ബൈ 2 മൈനസ് വൈ ഗ്രേറ്റർ ദാൻ മൈനസ് വൈ എൻ ഗ്രേറ്റർ ദാൻ മൈനസ് എപ്സിലോൺ ബൈ 2 മൈനസ് വൈ അല്ലേ? അപ്പോൾ അവസാനത്തെ ആ സെക്ഷൻ മാത്രം നമ്മൾ എടുത്ത് എഴുതാണേ. അതായത് മൈനസ് വൈ എൻ ഗ്രേറ്റർ ദാൻ മൈനസ് വൈ മൈനസ് എപ്സിലോൺ ബൈ 2. ഓക്കെ, നമ്മൾ ഈ ഒരു ഇനിക്വാളിറ്റിയും ഈ ഒരു ഇനിക്വാളിറ്റിയും കൂടെ ആഡ് ചെയ്യാണെന്ന് വയ്ക്കും. അപ്പോൾ എന്താ വരിക? ഇതിൽ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എക്സ് എൻ മൈനസ് വൈ എൻ ഗ്രേറ്റർ ദാൻ എക്സ് മൈനസ് വൈ മൈനസ് എപ്സിലോൺ എന്നുള്ളത് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എക്സ് എൻ മൈനസ് വൈ എൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നാണ് അല്ലേ? എപ്സിലോൺ എന്ന് പറയുന്നതും എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0 ആയ കാരണം നമുക്ക് ഇവിടെ എക്സ് എൻ മൈനസ് വൈ എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് കിട്ടും. അതായത് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എക്സ് എൻ ഗ്രേറ്റർ ദാൻ വൈ എൻ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റാണോ? നമുക്കിവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു അല്ലേ? കാരണം നമ്മളവിടെ അസ്യൂം ചെയ്ത് അല്ല, നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? എക്സ് എൻ ലെസ് ദാൻ വൈ എന്നാണ്. പക്ഷെ നമ്മൾ എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്ത് നമ്മൾ പ്രൊസീഡ് ചെയ്തപ്പോൾ നമുക്ക് അവസാനം ഇവിടെ കിട്ടിയത് എക്സ് എൻ ഗ്രേറ്റർ ദാൻ വൈ എന്നാണ്. അതായത് ഇവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ വന്നു. അതായത് അവിടെ നമ്മുടെ അസംഷൻ എന്താണ്? തെറ്റാണ്. therefore എക്സ് ലെസ് ദാൻ വൈ, അതായത് ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ ലെസ് ദാൻ ലിമിറ്റ് സീക്വൻസ് വൈ എൻ എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണുള്ളത്? എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കൺവേർജൻസ് സീക്വൻസ് എടുത്തു സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. എക്സലിലെ എല്ലാ എലമെൻസും വൈ എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻസിനെക്കാട്ടൊക്കെ ചെറുതാണെങ്കിൽ അവരുടെ ലിമിറ്റ് എക്സിൻ്റെ ക്യാപിറ്റൽ എക്സിൻ്റെ ലിമിറ്റ് സ്മോൾ ലെറ്റർ എക്സും ക്യാപിറ്റൽ വൈയുടെ ലിമിറ്റ് സ്മോൾ ലെറ്റർ വൈ ആണെങ്കിൽ എക്സ് ലെസ് ദാൻ വൈ ആയിരിക്കും എപ്പോഴും നമുക്ക് കിട്ടുക. അതാണ് നമ്മളുടെ തിയറം പറയുന്നത്. അപ്പോൾ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് എക്സ് ലെസ് ദാൻ വൈ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തെടുത്തു? എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്നുള്ളത് എടുത്ത് എപ്സിലോൺ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആയിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്ത് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഇനിക്വാളിറ്റിയാണ് ചൂസ് ചെയ്തിട്ട് കോൺട്രഡിക്ഷൻ എത്തിക്കണേന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ രണ്ട് ഇനിക്വാളിറ്റി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഇത് രണ്ടും ആഡ് ചെയ്ത് നമ്മൾ പ്രൊസീഡ് ചെയ്തപ്പോൾ നമുക്ക് വന്നത് എക്സ് എൻ ഗ്രേറ്റർ ദാൻ വൈ എന്നാണ്, വിച്ച് കോൺട്രഡിക്ട്സ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ. ഓക്കെ, സോ ഹെൻസ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് എക്സ് ലെസ് ദാൻ വൈ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ തിയറം പറയണത്. നെക്സ്റ്റ് ഒരു തിയറം നോക്കാം. If x equal to sequence xn as a convergent sequence and if a less than or equal to xn less than or equal to b for all n belongs to n, then a less than or equal to limit sequence xn less than or equal to b. ഇപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. എക്സ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിലെ ആ എലമെൻറ്റ്സ് എയുടെയും ബിയുടെയും ഇടയിലാണ് ലൈ ചെയ്യുന്നത് എങ്കിൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നതും ആ സെയിം എയുടെയും ബിയുടെയും ഉള്ളിലാണ് ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ തിയറം പറയുന്നത് കേട്ടോ. എയും ബിയും എന്താണ് ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസിനെയാണ് നമ്മുടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യണേന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ് sequence a and b a comma a comma a comma etc. ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് a n
വേറൊരു കോൺസ്റ്റന്റ് സീക്വൻസ് bn. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് സീക്വൻസ് an ഈക്വൽ ടു എയും ലിമിറ്റ് സീക്വൻസ് bn ഈക്വൽ ടു ബിയും ആണ് അല്ലേ? യെസ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താ? a ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു b എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? യെസ്. അതിൽ നമുക്ക് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു b എന്ന് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് വെക്കി. എന്ന് പറയുന്നത് ഈ സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് an ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn വരും. അതുപോലെ തന്നെ വേറെ കേസ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ an ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ആണ്. a എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിലെ എല്ലാ എലമെൻസും x എന്ന് പറഞ്ഞ സീക്വൻസിനെക്കാട്ടും ചെറിയ എലമെൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പഠിച്ച തിയറി അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് സീക്വൻസ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സീക്വൻസ് xn. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ പറയാം. ലിമിറ്റ് സീക്വൻസ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സീക്വൻസ് bn. ഈ രണ്ട് സീക്വൻസും രണ്ട് ഇനിക്വാളിറ്റീസും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് സീക്വൻസ് an ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സീക്വൻസ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സീക്വൻസ് bn. ലിമിറ്റ് സീക്വൻസ് a എന്ന് പറയുന്നത് ഏതാണെന്നറിയാം. അപ്പോൾ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സീക്വൻസ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സീക്വൻസ് b എന്ന് പറയുന്നത് എന്താണെന്നറിയാം? b ആണെന്നറിയാം. ഹെൻസ് ദ പ്രൂഫ് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ എയും ബിയും എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. രണ്ട് കോൺസ്റ്റന്റ് സീക്വൻസിൻ്റെ ഇടയ്ക്കാണ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് കിടക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റും അതിൻ്റെ ഇടയിൽ തന്നെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതാണ് ഈ തിയറം പറയണത്. നെക്സ്റ്റ് നമുക്ക് വേറൊരു തിയറം നോക്കാം. ഇമ്പോർട്ടൻറ്റ് തിയറം ആണ് കേട്ടോ. തിയറത്തിൻ്റെ പേര് സ്ക്യൂസ് തിയറം. നമുക്ക് ചില സീക്വൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ തിയറം എന്താണ് പറയണതെന്നുള്ളത് നോക്കാം. Suppose that x equal to sequence xn and y equal to sequence yn and z equal to sequence zn are sequences of real numbers such that xn less than or equal to yn less than or equal to zn for all n belongs to n. അതുപോലെ തന്നെ limit sequence xn equal to limit sequence zn equal to l, then y equal to sequence yn is convergent and limit sequence xn equal to limit sequence yn equal to limit sequence zn എന്നുള്ളതാണ് തിയറം പറയുന്നത്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് സ്ക്യൂസ് തിയറം എന്ന് പറഞ്ഞ് വരും. അപ്പോൾ തിയറം എന്താ പറയുന്നത്? എക്സും വൈയും സെഡും മൂന്ന് സീക്വൻസസ് ആണ് സച്ച് ദാറ്റ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു zn. xnൻ്റെയും znൻ്റെയും ലിമിറ്റ് ഈക്വൽ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ, ആ സെയിം ലിമിറ്റ് തന്നെയായിരിക്കും ഈ രണ്ട് സീക്വൻസിൻ്റെ ഇടയിൽ കിടക്കുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സ്ക്യൂസ് തിയറം പറയണത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യണേന്നുള്ളത് നോക്കാം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു zn എന്ന് അറിയാം. അതുപോലെ തന്നെ xൻ്റെ ലിമിറ്റും zൻ്റെ ലിമിറ്റ് എല്ലാണെന്നും അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ടു every epsilon greater than 0 there exists two natural numbers k1 k2 such that modulus of sequence xn l ലോട്ട് കൺവേർജ് ചെയ്യുന്നു പറയുമ്പോൾ xn minus l less than epsilon for all n greater than or equal to k1 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ zn എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് എല്ലാണ്. അപ്പോൾ zn മൈനസ് എൽ ലെസ് ദാൻ എപ്സലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2. ഓക്കെ, നമുക്ക് ഈ മോഡുലസ് സൈൻ ഒന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക? മൈനസ് എപ്സലോൺ പ്ലസ് എൽ ലെസ് ദാൻ xn ലെസ് ദാൻ എപ്സലോൺ പ്ലസ് എൽ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. ഇവിടെ മൈനസ് എപ്സിലോൺ പ്ലസ് എൽ ലെസ് ദാൻ zn
less than epsilon plus L for all n greater than or equal to K2. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇനീക്വാളിറ്റീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ K1ൻ്റെയും K2ൻ്റെയും മാക്സിമം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ലെറ്റ് K ഈക്വൽ ടു മാക്സിമം ഓഫ് K1 K2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K മൈനസ് എപ്സിലോൺ പ്ലസ് എൽ ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എൽ എന്നും അതുപോലെ തന്നെ മൈനസ് എപ്സിലോൺ പ്ലസ് എൽ ലെസ് ദാൻ സെഡ് എൻ ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എൽ എന്നാണ്. ഇനി ഇതിലെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാം. മൈനസ് എപ്സിലോൺ പ്ലസ് എൽ ലെസ് ദാൻ എക്സ് എൻ അല്ലേ. ഇനി നോക്കാം, എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എൻ ആണല്ലോ. ആ ഇൻഇക്വാളിറ്റി നമുക്ക് ഇവിടെ എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എൻ. ഇനി ഇവിടെ സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എൽ ആണ്. അപ്പം ഇനി ഇതിൽ നമുക്ക് മൈനസ് എപ്സിലോൺ പ്ലസ് എൽ ലെസ് ദാൻ വൈ എൻ ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എൽ എന്ന് എഴുതാം. വിച്ച് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ, വിച്ച് മീൻസ് ലിമിറ്റ് സീക്വൻസ് വൈ എൻ ഈക്വൽ ടു എൽ. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്തില്ലേ? എന്താ പ്രൂവ് ചെയ്തത്? 3 സീക്വൻസസ് സച്ച് ദാറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എൻ. ഈ രണ്ടറ്റത്ത് കിടക്കുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് സെയിം ആണെങ്കിൽ നടുവിൽ കിടക്കുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് അത് തന്നെയായിരിക്കും എന്നുള്ളതാണ് പ്രൂവ് ചെയ്തത്. പ്രൂഫ് വളരെ എളുപ്പമാണ്. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഈ രണ്ട് സീക്വൻസും കൺവേർട്ട് ചെയ്യുന്ന പോയിന്റ് എല്ലിലാണ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കെ അതിൻ്റെ മാക്സിമം ആയിട്ട് പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ രണ്ട് ഇനീക്വാളിറ്റീസും കൂടി ചേർത്ത് എഴുതി. നമ്മൾ പ്രൊസീഡ് ചെയ്ത് വന്നപ്പോൾ മോഡുലസ് വൈ എൻ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അതായത് ലിമിറ്റ് സീക്വൻസ് വൈ എൻ ഈക്വൽ ടു എൽ. സ്ക്യൂസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസിൽ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു തിയറം നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് എക്സാമ്പിൾസ് വെച്ചിട്ടൊന്ന് നോക്കാം കേട്ടോ. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം കേട്ടോ. സൈൻ എൻ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടുള്ളതാണ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ലിമിറ്റ് സീക്വൻസ് സൈൻ എൻ ബൈ എൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ അപ്ലൈ ചെയ്യുക? ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് ലിമിറ്റ് സീക്വൻസ് സൈൻ എൻ ബൈ ലിമിറ്റ് സീക്വൻസ് എൻ നമ്മൾ എഴുതും അല്ലേ. പക്ഷേ ആ രണ്ട് സീക്വൻസും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എടുക്കുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആവും വേണം, ഡിനോമിനേറ്റർ 0 ആവാനും പാടില്ല എന്നുള്ള കണ്ടീഷനും കൂടി ഉണ്ട്. അപ്പം നമ്മൾ അതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ, അതായത് ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ലിമിറ്റ് സീക്വൻസ് എൻ. ലിമിറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണല്ല, കൺവേർജൻ്റ് അല്ല. അപ്പം നമുക്ക് ആ ഒരു മെത്തേഡ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ വേറൊരു രീതി നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ സൈൻ എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് അല്ലെങ്കിൽ സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ സൈനിൻ്റെ വാല്യൂ എപ്പോഴും ഏതിൻ്റെ ഇടയിലാണ് കിടക്കണേ? -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും നമുക്ക് എപ്പോഴും സൈനിൻ്റെ വാല്യൂ കിടക്കുന്നുണ്ടാവുക അല്ലേ. അതെ. ഇനി നമ്മൾ ഇതിനെ ത്രൂ ഔട്ട് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു നോക്കി. ഇപ്പോൾ നമുക്ക് എന്താ വരാം? -1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എൻ ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കിടക്കുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വയ്ക്കും. ലിമിറ്റ് സീക്വൻസ് 1/n. -1/n എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് നമുക്കറിയാം, ആ ലിമിറ്റ് എന്താണ്? 0 ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് സീക്വൻസ് 1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പം തന്നെ പഠിച്ച സ്ക്യൂസ് തിയറം നമുക്കിവിടെ അപ്ലൈ ചെയ്തുകൂടെ? നമുക്കറിയാം -1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എൻ ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ആണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കിടക്കുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണ്. സോ ഈ സീക്വൻസിൻ്റെ ലിമിറ്റും 0 ആയിരിക്കും. Therefore, by Skew's theorem, limit sequence sin n by n is equal to 0. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സീക്വൻസുകളുടെ ലിമിറ്റൊക്കെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്ക്യൂസ് തിയറം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. ലിമിറ്റ് സീക്വൻസ് 2n + 1/n + 5.
അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോമിൽ നമ്മളിപ്പോൾ എഴുതുമ്പോൾ ലിമിറ്റ് സീക്വൻസ് 2n+1 ലിമിറ്റ് സീക്വൻസ് n+5 ആണ്. ഇത് രണ്ടും കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. പക്ഷെ നമുക്ക് ഈ രണ്ട് സീക്വൻസ് എന്തല്ല, കൺവേർജൻ്റ് അല്ല. അപ്പോൾ നമുക്ക് വേറെ മെത്തേഡ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു സീക്വൻസ് മാത്രം കൺസിഡർ ചെയ്യുകയാണെ 2n+1/n+5 ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് നമ്മൾ ഇതിനെ വേറൊരു രീതിയിൽ എഴുതാൻ പോവാണ്. അതായത് ലിമിറ്റ് നമ്മൾ n ഇതിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. അപ്പോൾ n കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക, 2+1/n ഡിവൈഡഡ് ബൈ n ഇൻറ്റു 1+5/n വരും അല്ലേ. അതായത് ലിമിറ്റ് സീക്വൻസ് 2+1/n ഡിവൈഡഡ് ബൈ 1+5/n. ഇനി നമ്മൾ ലിമിറ്റ് സെപ്പറേറ്റ് കൊടുത്തു നോക്കൂ. അപ്പോൾ എന്താ വരിക, ലിമിറ്റ് സീക്വൻസ് 2+1/n ബൈ ലിമിറ്റ് സീക്വൻസ് 1+5/n. അപ്പോൾ നമ്മളുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൺവേർജൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ലിമിറ്റ് സീക്വൻസ് 2 പ്ലസ് ലിമിറ്റ് സീക്വൻസ് 1/n ഡിവൈഡഡ് ബൈ ലിമിറ്റ് സീക്വൻസ് 1 പ്ലസ് ലിമിറ്റ് 5/n. അതായത് ഇവിടെ നമുക്ക് അപ്പോൾ എന്ത് കിട്ടും, 2 പ്ലസ് ലിമിറ്റ് 1/n ലിമിറ്റ് എന്ന് പറയുന്നത് 0, ഇവിടെ 1 പ്ലസ് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 0. അപ്പോൾ നമുക്കിവിടെ ലിമിറ്റ് എന്താ കിട്ടുന്നത്, 2. അതായത് ലിമിറ്റ് സീക്വൻസ് 2n+1/n+5 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് 2 ആണ്. നെക്സ്റ്റ് ഈ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം, ലിമിറ്റ് സീക്വൻസ് 2n+1/n. ഇതിനിപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ലിമിറ്റ് സീക്വൻസ് 2n+1 ലിമിറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തല്ല, കൺവേർജൻ്റ് അല്ല. അപ്പോൾ നമുക്കിതിനൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാവേ, 2n/n പ്ലസ് 1/n. അതായത് ലിമിറ്റ് 2+1/n. അതായത് സീക്വൻസ് 2ൻ്റെ ലിമിറ്റ് 2 തന്നെ, മറ്റേതിൻ്റെ 0. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരും, 2 ആണ് അതിൻ്റെ ലിമിറ്റ് വരുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ വേറൊരു സീക്വൻസിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് സീക്വൻസ് 2n/n² പ്ലസ് 1. ഇതിപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ നോക്കുകയാണെങ്കിൽ 2 എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജൻ്റ് അല്ല, n² + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൺവേർജൻ്റ് അല്ല. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ലിമിറ്റ് n പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ വരാം, താഴത്ത് നിന്ന് ഇപ്പോൾ n പ്ലസ് 1/n വരും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 1/n വരും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ശരിയാവില്ല. അപ്പോൾ നമുക്ക് n പുറത്തെടുക്കുന്നതിന് പകരം n² പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു n കൂടെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ന്യൂമറേറ്ററിൽ 2/n വരും, ഇവിടെ 1 + 1/n² വരും. ഇനി എളുപ്പമാണ്, ലിമിറ്റ് സീക്വൻസ് 2/n ബൈ ലിമിറ്റ് സീക്വൻസ് 1 പ്ലസ് ലിമിറ്റ് സീക്വൻസ് 1/n². മുകളിൽ തന്നെ ലിമിറ്റ് 0 ആണ്, ഡിവൈഡഡ് ബൈ 1 + 0 വിച്ച് വിൽ ബി ഈക്വൽ ടു 0. അതായത് 2n/n² + 1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്കൊരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഏത് മെത്തേഡാണോ ആ തന്നിരിക്കുന്ന സീക്വൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് സീക്വൻസ് bn where bn equal to 1/n+1 whole square plus 1/n+2 whole square plus etc plus 1/n+n whole square converges to 0. ഈ ഒരു സീക്വൻസ് 0യിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സീക്വൻസ് 0യിലോട്ട് കൺവേർജ് ചെയ്യും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്താ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. n+1 എടുത്തു,
n+1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+n ആണല്ലോ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 3+1 എടുത്തു നോക്കി. 3+1 എന്ന് പറയുന്നത് 4 ആണ്. ഇപ്പോൾ n നമ്മളിവിടെ 3 ആയിട്ടല്ലേ ചൂസ് ചെയ്തേ. അപ്പോൾ 3+3 എന്ന് പറയുന്നത് ആരാ? 6. ഇത് ലെസ് ദാൻ അല്ലേ. അപ്പോൾ n+1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1 ആണ്. അതുപോലെ തന്നെ n+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1 ആണ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ സീക്വൻസ് എടുത്ത് എഴുതാം. ബി എന്ന് പറഞ്ഞ സീക്വൻസ് എന്താണ്? 1/n+1 ഹോൾ സ്ക്വയർ പ്ലസ് 1/n+2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1/n+n ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, നമുക്കിവിടെ n+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+n ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ? അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/n+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n+n വരും. ഇതിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് ഈ 1/n+1 ഹോൾ സ്ക്വയറിനെ ഇതിനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n+n ഹോൾ സ്ക്വയർ പ്ലസ് ഇതിനും അതുപോലെ തന്നെ 1/n+n ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1/n+n ഹോൾ സ്ക്വയർ. ഇതെന്ന് പറയുന്നത് എന്താ? n+n എന്ന് പറയുന്നത് 2n വരും. 2nൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4n സ്ക്വയർ വരും. അപ്പോൾ 4n സ്ക്വയർ പ്ലസ് 1/4n സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1/4n സ്ക്വയർ എന്നുള്ളത് വരും അല്ലേ. ഇത് നമുക്ക് n ടൈംസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് n ടൈംസ് 1/4n സ്ക്വയർ എന്ന് കൊടുക്കാം. അതായത് 1/4n എന്നുള്ളത് കിട്ടും. അതായത് നമ്മളുടെ സീക്വൻസ് bn എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് നമുക്കിപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4n എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇനി ഇതിനെ വേറൊരു രീതിയിലും കൂടെ അപ്രോച്ച് ചെയ്യാം കേട്ടോ. n+1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ n ആണല്ലോ. n+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗ്രേറ്റർ ദാൻ n ആണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ n+n എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗ്രേറ്റർ ദാൻ n ആണ്. അപ്പോൾ നമുക്ക് ഈ bn-നെ 1/n+1 ഹോൾ സ്ക്വയർ പ്ലസ് 1/n+2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1/n+1 ഹോൾ സ്ക്വയർ എന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ കാണുമ്പോൾ ഇൻഇക്വാലിറ്റി ചേഞ്ച് ചെയ്ത് വരും. 1/n+1 ലെസ് ദാൻ 1/n വരും. സ്ക്വയർ ചെയ്യുമ്പോഴും വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം? ലെസ് ദാൻ 1/n സ്ക്വയർ പ്ലസ് 1/n സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1/n സ്ക്വയർ. n ടൈംസ് ആണല്ലോ വരുന്നത്. അപ്പോൾ n ടൈംസ് 1/n സ്ക്വയർ എന്ന് പറയുന്നത് 1/n വരും. അപ്പോൾ ആ ഒരു ഇൻഇക്വാലിറ്റി ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? bn ലെസ് ദാൻ 1/n കിട്ടി. ഇനി ഈ ഒരു ഇൻഇക്വാലിറ്റിയും കമ്പയർ ചെയ്യാം. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടുന്നത്? 1/4n ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn ലെസ് ദാൻ 1/n എന്നുള്ളതാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ സ്ക്യൂസ് തിയറം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ലിമിറ്റ് സീക്വൻസ് 1/4 എന്ന് പറയണതും അതുപോലെ തന്നെ ലിമിറ്റ് സീക്വൻസ് 1/n എന്ന് പറയണതും ആരാണ്? 0 ആണ്. Therefore ലിമിറ്റ് സീക്വൻസ് bn വിൽ ബി ഈക്വൽ ടു 0. അങ്ങനെ നമ്മളുടെ ഈ പ്രൂഫും കഴിയും. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്ത് ആ ബി എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിന് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡ് ഇൻഇക്വാലിറ്റിയും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യം തന്നെ പ്രൊസീഡ് ചെയ്തത് എങ്ങനെയാണ്? n+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1 ആണ്. n+2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1 ആണ്. അത് നമ്മൾ ഓരോന്നിനും റീപ്ലേസ് ചെയ്ത് നമ്മൾക്ക് എന്തെത്തി? bn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഇക്വാലിറ്റിയിലെത്തി. ഇനി ഈ സെയിം സീക്വൻസ് തന്നെ നമ്മൾ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യാണ്. n+1 ഗ്രേറ്റർ ദാൻ n ആണ്, n+2 ഗ്രേറ്റർ ദാൻ n ആണ്. അത് വെച്ചിട്ട് ഇൻഇക്വാലിറ്റി നമ്മൾ റീപ്ലേസ് ചെയ്ത് വന്നപ്പോൾ bn ലെസ് ദാൻ 1/n.
ഇനി ഈ രണ്ട് ഇൻഇക്വാളിറ്റിയും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് 1/4n > bn < 1/n എന്ന് കിട്ടി. ഈ ലെഫ്റ്റിൽ കിടക്കുന്ന സീക്വൻസിൻ്റെ ലിമിറ്റും റൈറ്റിൽ കിടക്കുന്ന സീക്വൻസിൻ്റെ ലിമിറ്റും 0 ആണ്. സോ അക്കോർഡിംഗ് ടു സ്ക്യൂസ് തിയറം ലിമിറ്റ് സീക്വൻസ് bn വിൽ ബി ഈക്വൽ ടു 0. അതായത് ബി എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ്, അതായത് ഏതാ ഈ സീക്വൻസ് 0യിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ഒരു തിയറം നോക്കാം. Let the sequence x equal to sequence xn converge to x. Then the sequence of mod xn of absolute values converges to mod x. That is, if limit sequence xn equal to x, then limit sequence mod xn equal to mod x. അതായത് എക്സൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും എന്നുണ്ടെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് മോഡ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് തിയറം സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതെങ്ങനെയാണ് അപ്പോൾ പ്രൂവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി എന്താ തന്നിട്ടുള്ളത്? ലിമിറ്റ് സീക്വൻസ് എക്സൻ ഈക്വൽ ടു എക്സ് തന്നിട്ടുണ്ട്. സോ ബൈ ഡെഫിനീഷൻ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that modulus of xn minus x less than epsilon for all n greater than or equal to k. Okay, നമ്മൾ പിന്നെ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റിയുടെ കൊറോളറി അനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് എലിമെൻറ്റ്സ് എക്സനും എക്സും ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മോഡുലസ് ഓഫ് മോഡ് എക്സൻ മൈനസ് മോഡ് എക്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സൻ മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇൻഇക്വാളിറ്റിയും കൂടെ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that modulus of mod xn minus mod x less than epsilon for all n greater than or equal to k. ഇതെന്താ പറയുന്നത്? ദാറ്റ് ഈസ് ലിമിറ്റ് മോഡ് xn is equal to mod x. അപ്പോൾ നമ്മളോട് എന്താ പ്രൂവ് ചെയ്തത്? എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ മോഡ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് മോഡ് എക്സിലോട്ടായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു തിയറം കൺസിഡർ ചെയ്യാം. ലെറ്റ് എക്സ് ഈക്വൽ ടു sequence xn be a sequence of real numbers that converges to x, and suppose that xn greater than or equal to 0. Then the sequence root xn of positive square roots converges and limit sequence root xn will be equal to root x. എന്താ തിയറം പറയുന്നത്? എക്സൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ടാണ് കൺവേർജ് ചെയ്യണമെന്നെങ്കിൽ സച്ച് ദാറ്റ് എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ദെൻ റൂട്ട് എക്സൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് റൂട്ട് എക്സിലോട്ടായിരിക്കും കൺവേർജ് ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ തിയറം പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വരണേ എന്നുള്ളത് നോക്കാം കേട്ടോ. നമുക്കിവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സൻ എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ റൂട്ട് എക്സൻ എന്ന് പറയുന്നത് റൂട്ട് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കേസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കേസ് 1, എക്സ് ഈക്വൽ ടു 0 ആണെന്ന് വയ്ക്കും. അതായത് എക്സ് എന്ന് പറയുന്നത് 0 ആണെന്ന് വയ്ക്കാം കേട്ടോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കില്ല. അപ്പോൾ 0 ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ലിമിറ്റ് സീക്വൻസ് എക്സൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ then according to definition for every epsilon greater than 0 there exists a natural number k such that modulus of xn minus 0 less than epsilon for all n greater than or equal to k. ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. അപ്പോൾ ഇതിനെന്ത് വരും? മോഡുലസ് എക്സൻ ലെസ് ദാൻ എപ്സിലോൺ. മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ എപ്സിലോൺ സ്ക്വയർ എന്ന് കൺസിഡർ ചെയ്യുകയാണേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ റൂട്ട് എടുത്തു എന്ന് നോക്കി രണ്ട് സൈഡിലും. അപ്പോൾ നമുക്ക് എന്താ വരാം?
റൂട്ട് എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, ഇതിനിപ്പോൾ മാറ്റി എഴുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എൻ മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് എഴുതാം അല്ലേ. എക്സ് ഈക്വൽ ടു 0 അല്ലേ? എക്സ് ഈക്വൽ ടു 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കില്ലേ? അപ്പോൾ ഈ 0യ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? റൂട്ട് എക്സ് കൊടുക്കാം. അപ്പോൾ മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നുള്ളത് കിട്ടി. അതായത് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് modulus of root xn minus root x less than epsilon for all n greater than or equal to k. That is limit sequence xn equal to root x. Okay, x equal to 0 ആവുന്ന കേസിൽ നമ്മുടെ തിയറം പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് x ഗ്രേറ്റർ ദാൻ 0 നമുക്ക് നോക്കാം. ഓക്കെ, കേസ് 2. x ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് എന്താ? ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 0 ആണെന്നുള്ളത് അല്ലേ. ഇവിടെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മോഡുലസ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിനെ ത്രൂ ഔട്ട് റൂട്ട് എക്സ് എൻ പ്ലസ് റൂട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ വരിക? എക്സ് എൻ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് വരും അല്ലേ. സോറി, മൈനസ് അല്ല, പ്ലസ് റൂട്ട് എക്സ് വരും. ഇനി നോക്കുക, എക്സ് എൻ റൂട്ട് എക്സ് നമ്മൾ കൺസിഡർ ചെയ്തു നോക്കിയേ. റൂട്ട് എക്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ റൂട്ട് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സിനെക്കാട്ടും വലുതായിരിക്കുമല്ലോ. റൂട്ട് എക്സിനെക്കാട്ടും കൂടുതൽ റൂട്ട് എക്സ് നമ്മൾ ആഡ് ചെയ്യുകയാണല്ലേ. അപ്പോൾ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റൂട്ട് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ അപ്പോൾ 1 ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് എൻ ലെസ് ദാൻ 1 ബൈ റൂട്ട് എക്സ് വരും. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ലെസ് ദാൻ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ബൈ മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് എന്താ? ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡ് ലെസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ നമ്മളുടെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട്, അതായത് സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇവിടെ നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്യേണ്ടത് എപ്സിലോൺ റൂട്ട് എക്സ് ചൂസ് ചെയ്യാം. ഓക്കെ, എപ്സിലോൺ റൂട്ട് എക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ കിട്ടുക? മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ. അതായത് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അതായത് ഈ കേസിലും ലിമിറ്റ് റൂട്ട് എക്സ് എൻ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് എക്സ് ആണ്. അപ്പോൾ രണ്ട് കേസിലും റൂട്ട് എക്സിൻ്റെ ലിമിറ്റ് റൂട്ട് എക്സ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്തത്? എക്സ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റൂട്ട് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് റൂട്ട് എക്സിലോട്ടാണ് കൺവേർജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് കേസസ് എടുത്തു. എക്സ് ഈക്വൽ ടു 0യും ആവാം, എക്സ് ഗ്രേറ്റർ ദാൻ 0യും ആവാം.
എക്സ് ഈക്വൽ ടു 0-ൽ നമ്മൾ തന്നിരിക്കുന്ന ഡെഫിനിഷൻസ് അനുസരിച്ച് ഡയറക്റ്റ്ലി നമ്മൾ എന്ത് പറഞ്ഞു, ലിമിറ്റ് റൂട്ട് എക്സ് എൻ ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എപ്സിലോൺ സ്ക്വയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇനി ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ലിമിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ചിട്ട് എഴുതിയപ്പോൾ എപ്സിലോൺ നമ്മളിവിടെ ചൂസ് ചെയ്തത് എപ്സിലോൺ റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഏത് എപ്സിലോൺ എന്നുള്ളത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് എഴുതി നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് ലെസ് ദാൻ എപ്സിലോൺ ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ എപ്സിലോണിൻ്റെ വാല്യൂ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ കേസിലും ലിമിറ്റ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് കിട്ടി. സോ സീക്വൻസ് എക്സ് എൻ എക്സിലോട്ട് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ റൂട്ട് സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു റൂട്ട് എക്സ് എന്നുള്ളത് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ഒരു തിയറം കൺസിഡർ ചെയ്യാം. ഇത് പേരുള്ള തിയറാണ്, റേഷ്യോ ടെസ്റ്റ് ആണ് കേട്ടോ തിയറം. നമ്മൾ നേരത്തെ സ്ക്യൂസ് തിയറം പഠിച്ചുല്ലോ, ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള വേറൊരു മെത്തേഡ്. അതുപോലെ തന്നെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ് റേഷ്യോ ടെസ്റ്റ്. എന്താണെന്നുള്ളത് നോക്കാം. ലെറ്റ് സീക്വൻസ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എൽ ഈക്വൽ ടു ലിമിറ്റ് സീക്വൻസ് എക്സ് n plus 1 by xn exist. If L less than 1, then xn converges and limit xn will be equal to 0. Okay. അപ്പോൾ എന്താ നമ്മളുടെ ടെസ്റ്റ് പറയുന്നത്, സീക്വൻസ് എക്സൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. ഇനി ആ സീക്വൻസ് കൺവേർജ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുക, എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് അതിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ ലിമിറ്റിന് ഇവിടെ എല്ലോണ്ടാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്യും, അതിൻ്റെ ലിമിറ്റ് 0 ആവും. അതാണ് നമ്മളുടെ റേഷ്യോ ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ നോക്കുക. അത് ലെസ് ദാൻ 1 ആണെങ്കിൽ സീക്വൻസ് കൺവേർജ് ചെയ്യും, 0 കൺവേർജ് ചെയ്യുക. ഇതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുള്ളതും കൂടെ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കണം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം. ഓക്കെ, പേരുള്ള തിയറത്തിൻ്റെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റും പഠിക്കുക, അതുപോലെ തന്നെ പ്രൂഫും പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് പ്രൂഫ് മുമ്പോട്ട് പോകണമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. നമുക്ക് ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ പ്ലസ് എൻ ബൈ എക്സ് എൻ ഈക്വൽ ടു എൽ ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇഫ് എൽ ലെസ് ദാൻ 1 എക്സ് എൻ കൺവേർജ് ചെയ്യും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ അസ്യൂം എൽ ലെസ് ദാൻ 1 കൊടുക്കാം. ഓക്കെ, ഇനി നോക്കാം. സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെന്നുള്ളത് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഇവിടെ നോക്കാം, നമ്മൾ അസ്യൂം ചെയ്ത് എൽ ലെസ് ദാൻ 1 ആണ്, എൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതായത് 0 ലെസ് ദാൻ എൽ ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ ആർ സച്ച് ദാറ്റ് L less than R less than 1. എല്ലിൻ്റെയും 1ൻ്റെയും ഇടയിൽ ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വിച്ച് ഇംപ്ലൈസ് നമ്മൾ ത്രൂ ഔട്ട് എല്ലോ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, ഇവിടെ 0 ലെസ് ദാൻ R മൈനസ് എൽ എന്നുള്ളത് വരും. ലെസ് ദാൻ 1 മൈനസ് എൽ ആണ്. അത് കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ഇൻഇക്വാളിറ്റി മാത്രം കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് R മൈനസ് എൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ നമുക്ക് ഈ സീക്വൻസ് എല്ലോട്ട് കൺവേർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that modulus of xn plus 1 by xn minus l
ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളത് എടുക്കാം. ഓക്കെ, നമ്മളിനി ഈ മോഡുലസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവുക? ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn പ്ലസ് n 1 ബൈ xn മൈനസ് l ലെസ് ദാൻ എപ്സിലോൺ വരും. അപ്പോൾ ഇവിടെ നമുക്ക് l മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn പ്ലസ് 1 ബൈ xn ലെസ് ദാൻ l പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ നമുക്ക് r മൈനസ് എൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടല്ലേ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. അപ്പോൾ നമുക്ക് ആ r മൈനസ് എല്ലിനെ എപ്സിലോൺ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാം കേട്ടോ. അതിവിടെ ഇരിക്കട്ടെ. ഇനി ഇവിടെ വീണ്ടും നോക്കാം. ഇത് നമുക്ക് l മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn പ്ലസ് 1 ബൈ xn ലെസ് ദാൻ l പ്ലസ് എപ്സിലോൺ എന്നുള്ളത് കിട്ടും. ഇനി ഇതിൻ്റെ ഈ റൈറ്റ് സൈഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ വരുന്നത്? xn പ്ലസ് 1 ബൈ xn ലെസ് ദാൻ l പ്ലസ് എപ്സിലോൺ അല്ലേ. ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് r മൈനസ് എൽ അല്ലേ. അപ്പോൾ ഈ എപ്സിലോണിന് പകരം r മൈനസ് എൽ കൊടുത്തു കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് xn പ്ലസ് 1 ബൈ xn ലെസ് ദാൻ r ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് xn പ്ലസ് 1 ലെസ് ദാൻ xnനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ r ഇൻറ്റു xn ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ xn പ്ലസ് 1 ലെസ് ദാൻ r ഇൻറ്റു xn എന്നുള്ളത് കിട്ടിയില്ലേ. നമ്മൾ അപ്പോൾ റിക്കേഴ്സീവ് ഡെഫിനിഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. xn പ്ലസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ r ഇൻറ്റു xn ആണ്. അപ്പോൾ ഇവിടെ r ഇൻറ്റു x എന്ന് പറയുന്നത് ലെസ് ദാൻ r സ്ക്വയർ ആണല്ലോ. r എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, അപ്പോൾ r എന്ന് പറയുന്നത് ലെസ് ദാൻ r സ്ക്വയർ ആയിരിക്കും. xn പ്ലസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഇവിടെ xn ആണ്. അപ്പോൾ നമുക്ക് xn ലെസ് ദാൻ എന്ത് പറയാം? xn മൈനസ് 1 എന്ന് പറയാം. ദിസ് വിൽ ബി ലെസ് ദാൻ r ക്യൂബ് ഇൻറ്റു xn മൈനസ് 2. ഇതിങ്ങനെ പോയി നമുക്ക് ലാസ്റ്റ് എന്ത് വരും? r റേസ് ടു നമുക്കിവിടെ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k അല്ലേ. എന്ന് പറയുന്നത് കെയോ കെനേക്കാട്ട് വലുതേ വരാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്ക് n k വരെ വരാനായിട്ടേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ xൻ്റെ ഇവിടെ നമുക്ക് xk വരണം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുത്തെ പവർ എന്താണെന്നുള്ളത് നോക്കണേ. അപ്പോൾ r ആണെങ്കിൽ xn ആണ്, പവർ 1 ആണെങ്കിൽ n ആണ്, പവർ 2 ആണെങ്കിൽ n മൈനസ് 1 ആണ്, പവർ 3 ആണെങ്കിൽ n മൈനസ് 2 ആണ്. അപ്പോൾ ഇവിടെ k വരുമ്പോൾ n മൈനസ് 2 ആകുമ്പോൾ 3 അല്ലേ. അപ്പോൾ നമുക്കിവിടെ k ആകുമ്പോൾ ഇവിടുത്തെ പവർ എന്താ വരിക നോക്കുക? n മൈനസ് k പ്ലസ് 1 വരല്ലേ. നോക്കി, 2 വരുമ്പോൾ n മൈനസ് 1 ആണ്, 3 വരുമ്പോൾ n മൈനസ് 2 ആണ്. അപ്പോൾ n മൈനസ് k പ്ലസ് 1 ആവുമ്പോൾ എന്താ വരുന്നത്? നമുക്ക് k വരും. ഓക്കെ, അപ്പോൾ ഇവിടെ xn പ്ലസ് 1 ലെസ് ദാൻ r റേസ് ടു n മൈനസ് k പ്ലസ് 1 xk എന്നുള്ളത് കിട്ടും. ദാറ്റ് ഈസ് നമുക്കിതിനെ xn പ്ലസ് 1 ലെസ് ദാൻ, ഇവിടെ നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇതിനിപ്പോൾ നമുക്ക് xk ഇൻറ്റു r റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ, ഇവിടെ r റേസ് ടു മൈനസ് k ഉണ്ടല്ലോ, അപ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ r റേസ് ടു k വരും. ഓക്കെ, ദാറ്റ് ഈസ് ഇതിന് ഇങ്ങനെ എഴുതാം. xn പ്ലസ് 1 ലെസ് ദാൻ xk ബൈ r റേസ് ടു k ഇൻറ്റു r റേസ് ടു n പ്ലസ് 1 എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഈ xk ബൈ r റേസ് ടു k നെ c കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ലെറ്റ് c ഈക്വൽ ടു xk ബൈ r റേസ് ടു k. അപ്പോൾ ഇവിടെ എന്താ കിട്ടണേ? xn പ്ലസ് 1 ലെസ് ദാൻ c ഇൻറ്റു r റേസ് ടു n പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക്
എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ സി ഇൻറ്റു ആർ റേസ് ടു എൻ പ്ലസ് വൺ എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. എക്സ് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ്, എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ എക്സ് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസും പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് 0 ലെസ് ദാൻ എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ സി ഇൻറ്റു ആർ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? ലിമിറ്റ് 0 എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഇവിടെ ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ സി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ സി തന്നെ വരും. ആർ റേസ് ടു എൻ പ്ലസ് വണ്ണിൻ്റെ ലിമിറ്റ് നോക്കണം. ആർ എന്ന് പറയണത് എന്താ? ലെസ് ദാൻ 1 ആണ് അല്ലേ. അപ്പോൾ ആർ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ചെറുതായി ആയിരിക്കും വരുന്നുണ്ടാവുക. ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണല്ലോ. അപ്പോൾ അതിൻ്റെ പവർ എടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് പോകുന്നത് എവിടത്തേക്കായിരിക്കും? 0-ലോട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആർ റേസ് ടു എൻ പ്ലസ് വണ്ണിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇൻറ്റു 0. അതായത് നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? ലിമിറ്റ് സീക്വൻസ് എൻ പ്ലസ് വൺ ലെസ് ദാൻ 0 എന്നുള്ളതാണ് കിട്ടുന്നത്. അതായത് എക്സ് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ലെസ് ദാൻ 0. അതായത് ഇവിടെ 0 ലെസ് ദാൻ ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ 0 ഇല്ല. അതായത് ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണ്? 0 ആണ്. എക്സ് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എൻ്റെ ലിമിറ്റും 0 ആണ്. അപ്പം നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്തത്? നമുക്കിവിടെ അറിയാം എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. എക്സ് എൻ പ്ലസ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് L ആണെങ്കിൽ, അതും L ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്യും, 0-ലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു നമ്മളുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്തത്? തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്തു അല്ലേ. എന്താണ്? നമുക്ക് ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് L ആണ്, L ലെസ് ദാൻ 1 ആണ്. എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് സീക്വൻസ് ആയ കാരണം ലിമിറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 0 ലെസ് ദാൻ n ലെസ് ദാൻ 1 വരും. L ലെസ് ദാൻ 1 ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും, അതിന് നമ്മൾ R കൊണ്ട് ഡിനോട്ട് ചെയ്തു. അപ്പോൾ 0 ലെസ് ദാൻ R മൈനസ് L എന്നുള്ളത് കിട്ടും. അതായത് R മൈനസ് L എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അപ്പോൾ നമ്മളതിനെ എപ്സിലോൺ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് L എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് എഴുതി, ഈ മോഡുലസ് മാറ്റിയിട്ടും നമ്മൾ എഴുതി. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എപ്സിലോണിന് R മൈനസ് Lഉം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ R എന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതി? എക്സ് എൻ പ്ലസ് 1 ലെസ് ദാൻ R ഇൻറ്റു എക്സ് എൻ ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K എന്ന് പറഞ്ഞു എഴുതി. ഇനി നമ്മൾ റിക്കസീവ് ആയിട്ടുള്ള ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതി പോവാണ്. R എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയ കാരണം R ലെസ് ദാൻ R സ്ക്വയർ, R ലെസ് ദാൻ R ക്യൂബ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ എഴുതിപ്പോയി. പിന്നെ അതുപോലെ തന്നെ എക്സ് എൻ പ്ലസ് 1 ലെസ് ദാൻ എക്സ് എൻ ആണ് നമ്മളിവിടെ തന്നേക്കണേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോവാം. അപ്പോൾ അവസാനം നമുക്ക് എക്സ് എൻ പ്ലസ് 1 ലെസ് ദാൻ R റേസ് ടു എൻ മൈനസ് K പ്ലസ് 1 എക്സ് കെ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ് കെ ഡിവൈഡഡ് ബൈ R റേസ് ടു K ഇൻറ്റു R റേസ് ടു എൻ പ്ലസ് 1 എഴുതാം. ഓക്കെ, ഇനി ഇതിൽ എക്സ് കെ ബൈ R റേസ് ടു K C കൊണ്ട് ഡിനോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എക്സ് എൻ പ്ലസ് 1 ലെസ് ദാൻ C ഇൻറ്റു R റേസ് ടു എൻ പ്ലസ് 1 എന്നുള്ളത് കിട്ടി. C എന്ന് പറയുന്നത് ഇത് ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയണത് നമുക്കത് C ആയിട്ട് തന്നെ എഴുതാം. ഓക്കെ, ഇൻറ്റു ഇവിടെ R റേസ് ടു എൻ പ്ലസ് 1ൻ്റെ ലിമിറ്റ് 0 ആണ്. കാരണം R എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് സീക്വൻസ് n പ്ലസ് 1 എന്ന് പറയുന്നത് 0-നെക്കാട്ടും ചെറുതാണെന്നാണ് നമുക്ക് കിട്ടിയത്. ഇത് ഇവിടെയും ലെഫ്റ്റ് സൈഡും 0 അല്ലേ. അതായത് ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ പ്ലസ് 1 എന്ന് പറയുന്നത് 0 ആണ്. അതായത് ലിമിറ്റ് സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണ്. എക്സ് എൻ 0-ലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ റേഷ്യോ ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്?
നമുക്കൊരു പ്രോബ്ലം നോക്കി നോക്കാം കേട്ടോ. ടെസ്റ്റ് മാർക്ക് ചെയ്ത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് n + 1/x എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് <1 ആണെങ്കിൽ ആ എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്യും, 0 കൺവേർജ് ചെയ്യുന്നത്. ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം കേട്ടോ. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് n/2n നമുക്ക് കൺവേർജ് ചെയ്യുമോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ xn + n 1/xn ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ വരിക, n + 1/2n + 1 ഡിവൈഡഡ് ബൈ n ഡിവൈഡഡ് ബൈ 2n, അതായത് n + 1/2n + 1 ഇൻറ്റു 2n ഡിവൈഡഡ് ബൈ n. അപ്പോൾ നമുക്കിവിടെ എന്താ വരുന്നത്, n + 1 ഡിവൈഡഡ് ബൈ 2n എന്നുള്ളത് വരും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ലിമിറ്റ് എഴുതാം. ലിമിറ്റ് സീക്വൻസ് xn + 1/xn, അതായത് ലിമിറ്റ് n + 1/2n. ലിമിറ്റ് n നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 1 + 1/n ഡിവൈഡഡ് ബൈ 2 വരും അല്ലേ. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരുന്നത്, 1 + 0/2 തന്നെയല്ലേ. അപ്പോൾ 1/2 ആണ് ലിമിറ്റ്. ഓക്കെ, ഈ ലിമിറ്റ് <1 ആണല്ലോ. യെസ്, ഈ ലിമിറ്റ് എന്ന് പറയുന്നത് <1 ആണ്. സോ ബൈ റേഷ്യോ ടെസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, സീക്വൻസ് xn എന്ന് പറയുന്നത് 0 കൺവേർജ് ചെയ്യും. അതായത് ലിമിറ്റ് x എന്ന് പറയുന്നത് ആരാ, 1/2n. ലിമിറ്റ് എന്ന് പറയുന്നത് 0. ഇതാണ് നമ്മൾ എങ്ങനെയാണ് ഈ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ xn + 1/xn നോക്കുക, അതിൻ്റെ ലിമിറ്റ് <1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. <1 ആണെങ്കിൽ ആ സീക്വൻസ് കൺവേർജ് ചെയ്യും, 0 കൺവേർജ് ചെയ്യുന്നുണ്ടാവും.